ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പവിത്രം സീസൺ 2 ഒരു അപ്കമിങ് വിശേഷത്തിലോട്ട് സ്വാഗതം കേട്ടോ. നല്ലൊരു ഗുഡ് മോർണിംഗും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇനി അടുത്ത ആഴ്ച വരാനിരിക്കുന്ന അല്ലെ, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എപ്പിസോഡ് ഒറ്റ ദിവസമായിട്ടാണ് കാണിക്കുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ നമ്മുടെ ആ വലിയൊരു എപ്പിസോഡിന്റെ ഒരു ചെറിയൊരു ചുരുക്കം, ഇനി വരാനിരിക്കുന്ന ഒരു ഇൻട്രോ ഞാനിപ്പോൾ പറയാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ഈ ചാനലിൽ തന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഞാൻ ഉച്ചയ്ക്ക് 2:30 അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെയും നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഞാൻ ഇടുന്നുണ്ട്. കിട്ടിയിട്ടില്ല, അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഫുൾ ഒരു സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നമ്മുടെ പവിത്രം സീസൺ 2 ഇനി വരാനിരിക്കുന്ന ഒരു ഇൻട്രോ പ്രൊമോ നമുക്ക് കേൾക്കാം. അപ്പം നമ്മുടെ തരുണിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ ഇനി വലിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്ന. അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ് നമ്മുടെ പവിത്രം സീസൺ 2 വേദ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ദേവരാജൻ എന്ന ഒരു വില്ലൻ നമ്മുടെ വേദയുടെയും തരുണിന്റെയും ജീവിതത്തിലോട്ട് കടന്നു വന്നിട്ടുണ്ട് അല്ലെ. അവര് തമിഴ്നാട്ടിലെത്തിയപ്പോൾ ആദ്യമായിട്ട് ഒരു കേസ് വേദ ഹാൻഡിൽ ചെയ്യണത് ഈ ദേവരാജന്റെയാണ്. അപ്പൊ ദേവരാജൻ കേസ് കോംപ്രമൈസിന് വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും വേദ അനീതിക്കെതിരെ എന്തായാലും പോരാടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ദേവരാജന്റെ കേസ് പിൻവലിക്കാൻ വേദ തയ്യാറായിട്ടില്ല. അങ്ങനെ ആ കോംപ്രമൈസ് മീറ്റിംഗ് സക്സസ് ആവാണ്ട് പോകുന്നതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടേക്കുന്നത് അല്ലെ. അങ്ങനെ ഈ ദേവരാജന് വേദയുടെ കുടുംബം, അതായത് തരുണിന്റെ ഭാര്യയാണല്ലോ വേദ, അയാളുടെ കൺസെപ്റ്റിൽ അങ്ങനെയാണ്. അപ്പം ഇവരെ ഫുൾ ഡീറ്റെയിൽ ഇവരുടെ ഫാമിലി മൊത്തം ഇയാൾ ചെകഞ്ഞെടുക്കുകയാണ്. അപ്പം ദേവരാജിന്റെ ഗുണ്ടകളും ചേർന്നിട്ട് വേദയുടെ മകള്, വേദയ്ക്കും തരുണിനും ഒരു മകളുണ്ട് ഗൗരി എന്ന ഒരു മോള്. അപ്പം ആ കുട്ടിയൊക്കെ മനസ്സിലാക്കി ഇവർ വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഭീഷണി എന്ന മട്ടിൽ, അതായത് തനിക്കെതിരെ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, ദേവരാജനെതിരെ കളിക്കുന്നത് വളരെ സൂക്ഷിച്ചും കണ്ടും വേണം എന്നുള്ളതിന് ഒരു താക്കീത് കൊടുക്കാനായിട്ട് ചെറിയൊരു പണി നമ്മുടെ ദേവരാജ് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഗൗരിമോള് പോകുന്ന സ്കൂൾ ബസ്സിൽ ചെറിയൊരു ആക്സിഡന്റ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ വേദയ്ക്കും തരുണിനും മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ പിന്നില് വേറെ ആരുമല്ല ദേവരാജാണെന്ന്. കാരണം വെല്ലുവിളി നടത്തുകയും ചെയ്യുന്നുണ്ട് ദേവരാജ്. അങ്ങനെ ഈ സംഭവം നമ്മുടെ തരുണിനും വേദയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നു. കാരണം നമ്മൾ തമ്മിലുള്ള ഒരു, അതായത് ദേവരാജും വലിയവർ തമ്മിലുള്ള ഒരു കാര്യം കുഞ്ഞിനെ അതിന്റെ ഇടയിൽ വലിച്ചിട്ടത്, അത് തരുൺ കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കാൻ തരുൺ സമ്മതിക്കില്ല. അപ്പൊ തരുൺ എന്തായാലും ഇതിന് കാരണം എന്ന് വെച്ചാൽ വേദ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് വന്ന അവസ്ഥ എൻ്റെ കുഞ്ഞിന്, അതായത് എൻ്റെ പ്രൊവിഷൻ വെച്ചിട്ട് എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടമായി. അന്ന് ആ ഒരു മാളിൽ വെച്ചിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതിന്റെ പേരിലാണ് രാധികയ്ക്ക് പെട്ടെന്ന് ഷോക്കാവുകയും ആ ഒരു ഇതിലാണ് രാധികയ്ക്ക് മരണം വരെ സംഭവിക്കാൻ മെന്റലി അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നതുകൊണ്ടാണ്. അപ്പൊ അത് തൻ്റെ കുഞ്ഞ് കാണാനോ അല്ലെങ്കിൽ കുഞ്ഞിന് അങ്ങനെ ഒരു അവസ്ഥ വരാനോ പാടില്ല. അങ്ങനെ നമ്മുടെ തരുൺ നമ്മുടെ വേദയോട് കാര്യങ്ങളൊക്കെ പറയണ. കാരണം വേദ, നമ്മൾ ഈ പോകുന്നത് നല്ലതിലേക്കല്ല. കാര്യം വേറൊന്നുമല്ല, ദേവരാജ അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അയാൾ എന്തായാലും നമുക്കിപ്പോ അത് അയാളുടെ ഭീഷണിയൊന്നും നമുക്ക് വലിയ ഇതായിട്ടുള്ള കാര്യമില്ല. പക്ഷെ കുഞ്ഞിനെ ബാധിക്കുന്നത് എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ കേസിൽ നിന്ന് പിന്മാറാൻ ആണ് തരുൺ വേദയോട് ആവശ്യപ്പെടുന്നത് കേട്ടോ. പക്ഷെ വേദ പറയും നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, തരുൺ അതിൽ പേടിക്കണ്ട, അയാളുടെ ലക്ഷ്യം ഞാനാണ്, ഞാൻ അത് വേണ്ടുന്ന പോലെ ചെയ്തോളാം. പക്ഷെ ഈ കേസ് പിൻവലിക്കാൻ മാത്രം തരുൺ എന്നോട് പറയരുത്, കാരണം എനിക്കത് പറ്റില്ല എന്ന് തന്നെ തരുണിന്റെ അടുത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്. അപ്പം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമ്മുടെ ഗൗരിക്കുട്ടി അതിന്റെ ഇടയിൽ വരെയുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി വരെയാണ്. അപ്പോഴേക്കും രണ്ടുപേരും സബ്ജക്റ്റ് ഒക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങും. കാരണം മോളുടെ മുന്നിൽ ഒരിക്കലും അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ കഴിവതും ഒഴിവാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉടൻ തന്നെ മോള് പറയുന്നുണ്ട്, എപ്പം നോക്കിയാലും ഒരു കേസ്, മോളോട് കളിക്കാനോ സംസാരിക്കാനോ ഇവിടെ ആർക്കും നേരെയല്ല എന്നിങ്ങനെ ഗൗരികുട്ടി പറയാനായിട്ടോ. അപ്പൊ പറഞ്ഞു വേദ,
ആര് പറഞ്ഞു? അമ്മ മോളെ നോക്കി എപ്പൊ തൊട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേദ പതുക്കെ ഗൗരീനെയും കൊണ്ട് പതുക്കെ മാറേണ് ആ സബ്ജക്റ്റ്. മോളുടെ മനസ്സിൽ അവക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെ ഒരു സീനാണ് എന്നുള്ളതൊന്നും വരാണ്ട് പതുക്കെ വേദ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ തരുണിന്റെ അമ്മ നിൽക്കുന്നത്. അപ്പൊ തരുണിന്റെ അമ്മ തരുണുമായിട്ട് സംസാരിക്കണ, മോനെ നിനക്ക് എന്ത് പറ്റി? തരുൺ ദവാങ്കായിട്ട് എന്നുള്ള നിനക്ക് ഈ ഒരു ഭീഷണിയൊക്കെ ഇത്ര ഭയമാണോ മോനെ? എന്തും നേരിടാനുള്ള ഒരു കഴിവുള്ള ആ കുട്ടിയല്ലേ നീ, പിന്നെ നീ എന്തിനാ ഭയക്കണ? എവിടെയോ കിടക്കുന്ന ഒരു ദേവരാജ് ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു എന്ന് കരുതി പേടിക്കുന്നതാണോ തരുൺ ദവാങ് എന്നൊക്കെ പറഞ്ഞിട്ട് തരുണിന്റെ അമ്മ തരുണിനെ ഉപദേശിക്കണം. അപ്പൊ തരുൺ പറഞ്ഞു, അമ്മേ, രാധികയുടെ മരണത്തോടു കൂടി ആ തരുൺ ദവാങ് എന്ന് പറയുന്ന എന്റെ ക്യാരക്ടറൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കേസാണ്. എൻ്റെ മോൾക്ക് ഒരു പോറൽ പോലും പറ്റുന്നത് ഞാൻ അനുവദിക്കില്ല. കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല എന്നിങ്ങനെ തരുണിന്റെ അമ്മയോട് പറഞ്ഞിട്ട് തരുൺ പോവാണ് കേട്ടോ. അപ്പൊ തരുൺ ഇരുന്ന് ആലോചിക്കണം, ഇങ്ങനെ ആയാൽ പറ്റില്ല. കാരണം വേദയ്ക്ക് അവളുടേതായിട്ടുള്ള ജോലിയും തിരക്കും കാര്യങ്ങള്, അതുപോലെ എനിക്ക് എന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും, ജോലി രണ്ടുപേർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പം ഗൗരിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും വേഗം എടുക്കണം. അതായത് ഗൗരിയെ ഒരു ഒരു എന്താ പറയണ, ഒരു ബോഡി ഗാർഡ് പോലെ അവളെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കണം. ഒരു ഒരു ആണ്. കാരണം എന്ന് വെച്ചാൽ മോളെ സ്കൂളിൽ കൊണ്ടുപോകാനും വരാനും അവളെ കൂടെ എപ്പോഴും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകാൻ പറ്റുന്ന ഒരാള്. അപ്പൊ തരുൺ ഇങ്ങനെ ആലോചിക്കണം. അപ്പോഴാണ് തരുണിന്റെ മനസ്സിൽ നമ്മുടെ ആൻഡ്രൂസ്, അതായത് പണ്ട് ജയിൽ സൂപ്രണ്ടായിട്ട് വിക്രമിന്റെ ആ ജയിലുണ്ടായിരുന്ന നമ്മുടെ ആൻഡ്രൂസിന്റെ, കാരണം ആൻഡ്രൂസ് എന്നൊക്കെ പറയുന്നത് തരുണിന് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന നല്ലൊരു ആളാണ്. തരുൺ ആൻഡ്രൂസിനെ ആ രീതിയിലാണ് കാണുന്നത്. കാരണം തരുണിന്റെ നല്ലൊരു ന്യായമായിട്ടുള്ള നീതിമാനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം ആ ആളുടെ ഇത് പെട്ടെന്ന് തരുൺ ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ തരുൺ നേരിട്ട് എന്നെ നമ്മുടെ ആൻഡ്രൂസിനെ കാണാനായിട്ട് വരെയാണ്. അപ്പൊ വന്ന ശേഷം തരുൺ കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് എൻ്റെ മോള് ഗൗരി, മോളെ നോക്കാനായിട്ടും മോളുടെ കൂടെ നന്നായിട്ട് ഇടപഴകി നല്ല രീതിയിൽ, അതായത് ഒരു അച്ഛനെ പോലെ. അപ്പം ആൻഡ്രൂസ് പറയാം, അച്ഛനെ പോലെ, സ്വന്തം അച്ഛനെ പോലെ ആകും. അപ്പൊ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത്രയും ഫ്രീഡത്തോടെ മോൾക്ക് ഇടപഴകാനും മോളെ കൊണ്ടുപോയി വരാനും ഒക്കെ ഫുൾ ടൈം ഒരു ബോഡി ഗാർഡ് പോലെ. നമുക്ക് ആരെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ചതോ അല്ലെങ്കിൽ പട്ടാളക്കാരോ അങ്ങനെ ആരെങ്കിലും സാറിന്റെ പരിചയത്തിലുണ്ടോ എന്ന് നമ്മുടെ തരുൺ നേരിട്ട് തന്നെ ആൻഡ്രൂസിനോട് ചോദിക്കണം. അപ്പൊ നമ്മുടെ ആൻഡ്രൂസ് ആലോചിക്കണം, അങ്ങനെ ഇപ്പൊ ഒരാളെ ഇപ്പോ എങ്ങനെ? അപ്പോഴാണ് നമ്മുടെ ആൻഡ്രൂസിന്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രത്തെ ഓർമ്മ പറഞ്ഞത്. കാരണം അപ്പം തരുണിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരാളുണ്ട്, ഞാൻ ലാസ്റ്റായിട്ട് റിട്ടയർഡ് ആവുന്നതിന് മുന്നേ ജയിലുണ്ടായിരുന്ന ഒരു ജയിൽ പുള്ളിയാണ്. ജയിൽ പുള്ളിയോ? അപ്പൊ പറഞ്ഞ്, ജയിൽ പുള്ളി എന്ന് നിയമം പറഞ്ഞ, അല്ല, കോടതി വിധിച്ചതാണ്. പക്ഷെ ചെയ്യാത്ത തെറ്റിന് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യനാണ്, നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ മോളെ പൊന്നുപോലെ, സ്വന്തം മകളെ പോലെ തന്നെ അവൻ നോക്കും. എന്നെ എത്ര വിശ്വാസം തരുന്നുണ്ട്, അതിനേക്കാൾ വിശ്വസിക്കാം. വിക്രം എന്നാണ് പേരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തരുൺ പറഞ്ഞു, ഓക്കെ, സാറിന് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഓക്കെ എന്ന് അയാളെ നമുക്ക് പെട്ടെന്ന് തന്നെ സാർ ഒന്ന് റെഡിയാക്കാവോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ നമ്മുടെ ആൻഡ്രൂസ് നമ്മുടെ വിക്രത്തെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. കാരണം എന്തുകൊണ്ടും വിക്രത്തിന് ഒരു ചേഞ്ച് നല്ലതാണ്. കാര്യം വിക്രമിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയണെങ്കിൽ, നമ്മൾ വിക്രം ജയിലിൽ നിന്ന് വന്നു എങ്കിലും കുറച്ചു നാള് അച്ഛന്റെ കൂടെയൊക്കെ നിന്ന് അങ്ങനെയുള്ള ഒരു രീതിയിൽ സന്തോഷത്തോടെ നിൽക്കാനാണ് വിക്രം വന്നത്. പക്ഷെ എങ്കിലും വിക്രത്തിന്റെ പിന്നാലെ ശ്രീകാന്തും ദർശനും ഒപ്പം തന്നെയുണ്ട്. കാര്യം എങ്ങനെയെങ്കിലും വിക്രത്തിനെ വീണ്ടും കുറ്റക്കാരനാക്കുക, വീണ്ടും ജയിലിലോട്ടാക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടെ. സത്യം പറഞ്ഞാൽ വിക്രത്തിന്റെ ജീവന് പോലും ആപത്താണ്. ആ രീതിയിലാണ് നമ്മുടെ ശ്രീകാന്തും അതുപോലെ നമ്മുടെ ദർശനൊക്കെ ഓരോ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്താണ് നമ്മുടെ ആൻഡ്രൂസ് ഈ ഒരു കാര്യം പറഞ്ഞ് വിക്രത്തിനെ വിളിക്കുന്നത്. അപ്പൊ തമിഴ്നാട്ടിൽ എന്ന് പറയുമ്പോൾ അത്രയും ദൂരെയൊക്കെ സാർ അച്ഛന് ഒറ്റയ്ക്കല്ലോ. കാരണം മാഷിന്
ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മുടെ വിക്രത്തിന് പോവാനൊരു മടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറയാം, വിളിച്ചിട്ട് സാറിനോട് പറയാം, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വിക്രം കോള് കട്ട് ചെയ്യുന്നത്, ആൻഡ്രൂ സാറിന്റെ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ മാഷുമായിട്ട് നമ്മുടെ വിക്രം സംസാരിക്കുകയാണ്. അപ്പോൾ മാഷിന്റെ അഭിപ്രായം, മാഷ് പറഞ്ഞത്, വിക്രം, എന്തുകൊണ്ടും നിനക്ക് ഇവിടുന്ന് നീ മാറി നിൽക്കണതാണ് എന്തുകൊണ്ടും നല്ലത്. ഒരു ചേഞ്ച് നിനക്ക് നല്ലതാണ്. കാരണം ഇവിടെ നിൽക്കും തോറും നിന്നെ അവര് ആക്രമിക്കാനും ഓരോ കേസിൽ പെടുത്താനും ഒപ്പം നിന്റെ ജീവന് പോലും ആപത്തായിരിക്കും. കാരണം ഇവരെന്തൊക്കെ പദ്ധതികളാണ് മെനഞ്ഞെടുക്കണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തില് മോനെ, നീ അങ്ങോട്ട് തന്നെ, ആൻഡ്രൂ സാറ് പറഞ്ഞത്, കാരണം ആൻഡ്രൂ സാറ് നല്ലൊരു കേസാണെങ്കിൽ മാത്രമേ അത് പറയുള്ളൂ. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് വിക്രത്തിനോട് പറയണ. അപ്പൊ വിക്രം ആലോചിക്കണം എന്താ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, വേദിയെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും വിക്രത്തിന് കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ വിക്രം നമ്മുടെ ശങ്കരനാരായണൻ സാറിനെ പോയി കാണുകയാണ്. കണ്ടിട്ട് ഇങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദിയെക്കുറിച്ച് വിക്രം ചോദിക്കുന്നുണ്ട്, സാറേ അച്ഛൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു അച്ഛനെ പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇത്രയും നാൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ വേദയുടെ കാര്യത്തിൽ മാത്രം ഇതുവരെയും സാർ ഒരു കാര്യവും പറയുന്നില്ല. അങ്ങനെ നമ്മുടെ വിക്രം ശങ്കരനാരായണൻ്റെ അടുത്ത് ചോദിക്കുന്നു വേദിയെക്കുറിച്ച്. പക്ഷെ ശങ്കരനാരായണന് വേദിയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും വിക്രത്തോട് പറയാൻ പറ്റില്ല. കാരണം വേദ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വിക്രം ആ രീതിയിൽ പെട്ടെന്ന് അറിയുമ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് പെട്ടെന്ന് എങ്ങനെയാണ് വിക്രം അത് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പറയണ്ട എന്നാണ് വേദയുടെ ഓർഡർ. അതുകൊണ്ട് ശങ്കരനാരായണന് പ്രത്യേകിച്ച് വിക്രത്തിനോടൊന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്തായാലും വേദ വിക്രത്തിന്റെ അടുത്ത് ഒട്ടും താമസിയാതെ തന്നെ വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ വിക്രം നോക്കുമ്പോൾ ദൂരോട്ടാണെങ്കിലും വേദിയെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നമുക്ക് നടത്താനും പറ്റും. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോകാം എന്ന് തന്നെ നമ്മുടെ വിക്രം തീരുമാനിക്കണം. അതായത് ആൻഡ്രൂസ് പറഞ്ഞ ആ ജോലി, ഒരു ബോഡി ഗാർഡിന്റെ അതേ ജോലി ഏറ്റെടുക്കാം എന്ന രീതിയിൽ വിക്രം തീരുമാനിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മുടെ വിക്രം നമ്മുടെ വിനായകനെ ഒന്ന് പോയി കാണുന്നുണ്ട്. കാരണം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വിനയേട്ടനെ പോയി കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ വിക്രം പോയി കാണുകയും കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അച്ഛനെ ഇടയ്ക്കൊക്കെ വിനയേട്ടൻ വന്ന് കാണണം, അച്ഛനെ തീരെ പാടില്ലാണ്ടൊക്കെ ഇരിക്കുകയാണ്. വിഷുവേട്ട അച്ഛനെ നന്നായിട്ട് എന്നെ നോക്കുന്നത്, എങ്കിലും വിനയേട്ടൻ ഇടയ്ക്കെങ്കിലും അച്ഛനെ ഒന്ന് വന്ന് കാണണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം വിനായകന്റെ അവസ്ഥ സത്യം പറഞ്ഞ വിക്രത്തിന് അറിയാലോ, നന്ദിനിയുടെ സ്വഭാവം എന്താണെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ വലിയ പ്രഷറൊന്നും കൊടുക്കാൻ വിക്രം പോയതുമില്ല. അത് കഴിഞ്ഞ് വിക്രം തൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പോയി കാണാണ്. തൻ്റെ അനിയൻകുട്ട ഇല്ലാത്ത ആ ഒരു ഗ്യാങ് അല്ലേ, വിക്രം അവരെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വേദ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ഞാൻ പോകണം. അപ്പം പോകുന്ന കാര്യം മറ്റാരടുത്തും എവിടെയാണ് എന്നുള്ളതൊന്നും വിക്രം പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ശ്രീകാന്തൊക്കെ മണത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും തൊട്ടു പിന്നാലെ ഉണ്ടാകും എന്നുള്ള കാര്യം വിക്രത്തിനറിയാം. അങ്ങനെ ആൻഡ്രൂസിന്റെ ആ ഒരു ജോലി നമ്മുടെ വിക്രം ഏറ്റെടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അത് പുതിയൊരു വിക്രമായിട്ടാണ്, ഒരു ബോഡി ഗാർഡ് മാത്രമായിട്ടല്ല വിക്രം പോണത്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഇത്രയും നാളത്തെ ആ ഒരു രൂപവും ഭാവവും എല്ലാം മാറ്റി പുതിയൊരു വിക്രമായിട്ടാണ് പോകുന്നത്. പക്ഷെ ഈ ഒരു പോകുന്ന ആ ഒരു സമയത്ത് വിക്രമിന്റെ ജീവിതത്തിൽ വിക്രം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകളൊക്കെ കാണേണ്ടി വരും അല്ലെ. നമ്മൾ പോവാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വേദ ഉള്ള സ്ഥലത്താണ് വിക്രം പോകുന്നത്. ഇതൊന്നും അറിയാണ്ടാണ് വിക്രം പോകുന്നത്. അങ്ങനെ നമ്മുടെ തരുൺ പറയുന്നുണ്ട് വേദയോട്, നമ്മളെ മോളെ ഗൗരിമോളെ നോക്കാനായിട്ട് ഒരു ബോഡി ഗാർഡിനെ ഞാൻ ആക്കിയിട്ടുണ്ട്, അപ്പോൾ വരും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, എന്തുകൊണ്ട് അത് നല്ലൊരു കാര്യമാണ്, മോളുടെ പ്രൊട്ടക്ഷൻ കുഴപ്പമില്ലായിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ വിക്രം അവിടെ എത്തുകയാണ് കേട്ടോ. അപ്പൊ വിക്രം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വേദ നമ്മുടെ വിക്രത്തെ മീറ്റ് ചെയ്യണം ആദ്യമായിട്ട്. പുതിയൊരു രൂപത്തിലും പുതിയൊരു ഭാവത്തിലും ഒക്കെ ആയിട്ട് വേദ പെട്ടെന്ന് അന്തളിക്കണം. ഒരു ബോഡി ഗാർഡ് വരുമെങ്കിലും അത് അപ്രതീക്ഷിതമായി ഒരു വിധി അല്ലേ, എന്താണ് പറയണത്, നമ്മൾ വിധി മാറി മറിയുന്ന ഒരു രംഗമാണ് സംഭവിക്കുന്നത്. കാരണം താൻ ആരെയാണോ ഈ ജീവിതത്തിൽ ഇപ്പോൾ കാണാൻ ആഗ്രഹിച്ചത് ആ വ്യക്തി തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ. വേദ വിക്രത്തെ കണ്ട്
ഞെട്ടിത്തെറിക്കുകയാണ്. വിക്രമം അപ്രതീക്ഷിതമായിട്ട് ഞെട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തരുൺ നിൽക്കുകയാണല്ലോ. അപ്പോൾ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ മോള് ഗൗരി എന്നാ പേര് എന്നൊക്കെ പറയണം. അപ്പോൾ വിക്രമിനൊന്നും മനസ്സിലാവുന്നില്ല. അതായത് വേദ അപ്പോൾ വേറെ വിവാഹം കഴിച്ചു, തരുണിന് എന്ന് പറയുന്ന സാധനം വിവാഹം കഴിച്ച് അവർക്ക് കുട്ടി ഉണ്ടായോ എന്നുള്ള രീതിയിൽ വിക്രമും ഒന്നും വേദയോട് ചോദിക്കാനായിട്ട് നിൽക്കുന്നില്ല. അതായത് അവർ തമ്മിൽ കണ്ടുമുട്ടിയെങ്കിലും അവർ പരസ്പരം അവരെ അങ്ങോട്ട് പരിചയപ്പെടുത്താനായിട്ട് ശ്രമിച്ചില്ല കേട്ടോ. അങ്ങനെ തരുൺ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മോളുടെ കൂടെ ഫുൾ ടൈം എപ്പോഴും എന്ത് കാര്യത്തിനും ഒപ്പം ഉണ്ടായിരിക്കണം, അതുപോലെ മോളുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യണം. ഇങ്ങനെ പല ശത്രുക്കളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, എങ്കിലും മോളുടെ കാര്യത്തിൽ ഫുൾ ടൈം ആയിട്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇയാളെ ഞാൻ ബോഡി ഗാർഡായിട്ട് നിയമിച്ചിരിക്കുന്നത്. ആൻഡ്രൂ സാറിന് അത്രയും പരിചയം ഉള്ളത് കൊണ്ടാണ് ഇയാളെ തന്നെ എടുത്തേക്കണേന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ വിക്രം ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം ആ ജോലി ഏറ്റെടുക്കുകയാണ്. പക്ഷെ വിക്രത്തിന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല വേദ എങ്ങനെ ഇവിടെ വന്നു. പിന്നീട് വിക്രം അറിയുന്നുണ്ട് വേദയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നും ഒന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരിക്കലും വേദ വിക്രമിനോട് ഇത് തൻ്റെ കുഞ്ഞാണ് എന്നുള്ള സത്യം വേദ പറയുന്നില്ല കേട്ടോ. പക്ഷെ എപ്പോഴോ വിക്രമുമായിട്ട് വേദ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് തനിക്കിപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തിന്റെ മുന്നിലൊന്നും ഹാൻഡിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ചു കയറി വരാൻ പറ്റില്ല. കാരണം അതിൻ്റെതായ ചില കാര്യങ്ങളും നിയമാവലികളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് എന്നിങ്ങനെ പറയണേ. അങ്ങനെ വിക്രത്തിന് സന്തോഷമാവാണ്. കാരണം എന്തായാലും അവർ തമ്മിൽ അങ്ങനെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ വിക്രം അറിയുമ്പോൾ വിക്രമിന് ഓക്കെയാണ്. അങ്ങനെ വിക്രം ആ കുഞ്ഞിന്റെ ജോലി ഏറ്റെടുക്കുകയും വളരെ സന്തോഷത്തോടു കൂടെ തൻ്റെ സ്വന്തം മകളായിട്ട് തന്നെ വിക്രം ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, സ്നേഹിക്കുന്നുണ്ട്, ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ. ഗൗരിമോക്കും വിക്രത്തിന് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. അപ്പൊ വേദ ഇതൊക്കെ മാറി നിന്ന് കാണുന്നുണ്ട്. തൻ്റെ വിക്രത്തിന് ദൈവ ആ ഒരു വിധി പോലെ തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാനും ലാളിക്കാനും ഉള്ളൊരു അവസരം ദൈവമായിട്ട് തന്നെ ഉണ്ടാക്കി തന്നല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മുടെ വേദയ്ക്ക് ഉണ്ടാവേണ്ട കേട്ടോ. അതിനിടയിൽ വേദ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശങ്കരനാരായണൻ. അപ്പം ശങ്കരനാരായണന് ഒരുപാട് സന്തോഷമാവുകയാണ്. വിധി അവരെ തമ്മിൽ കൂട്ടിമുട്ടിച്ചല്ലോ. കാരണം ഒരു വല്ലാത്തൊരു മിറാക്കിളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മിറാക്കിള് അല്ലെ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകളെടുത്തും തൻ്റെ ഭാര്യയുടെ അടുത്തും വിക്രം എത്തുന്നുണ്ട്. പക്ഷെ മകളാണെന്നുള്ള സത്യം മാത്രം വിക്രം തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ വേദ നമ്മുടെ മാഷിനെ കാണാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം മാഷിന് വയ്യ എന്നുള്ള കാര്യങ്ങളൊക്കെ വിക്രം വഴി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേദ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ശ്രീകാന്തും നമ്മുടെ ദർശനൊക്കെ ഇനി നമ്മുടെ വേദയെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഷോക്കായിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള വേദയുടെ ഒരു വരക്കൊക്കെ ആയിരിക്കും വരാനിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വേദ നമ്മുടെ മാഷിനെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വേദ തരുണിൻ്റെ അടുത്ത് ഇത് തൻ്റെ മകളല്ല, ഇത് ഞാൻ പ്രസവിച്ച എൻ്റെ മകളാണ് എന്നുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും മിക്കവാറും വിക്രത്തിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ സാധ്യത കൂടുതൽ. കാര്യം ഒറ്റയടിക്ക് തരുണിൻ്റെ അടുത്ത് പറയാനും പറ്റില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ രീതിയിലല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വേദ എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ദേവരാജും അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ. ദേവരാജ് പല രീതിക്കും പല കളികളും വിക്രത്തിൻ്റെ നമ്മുടെ വേദക്കെതിരെയും തരുണിനെതിരെയൊക്കെ പല കളികളും കളിക്കുന്നുണ്ട്. പക്ഷെ തരുൺ പല കേസുകളും ദേവരാജിന്റെ കുത്തിപ്പൊക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വേദയും അതിന്റെ അന്വേഷണത്തെ തന്നെയാണ്. അപ്പൊ ഫുൾ എവിഡൻസോട് കൂടെ തന്നെ ദേവരാജിനെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും വേദ കണ്ടെത്തി കോടതിയിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എത്ര പണമായിക്കോട്ടെ, എത്ര പവർ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര ആൾക്കാരുമായിട്ടുള്ള ഒരു പരിചയം ഉണ്ടായിക്കോട്ടെ, പക്ഷെ തെളിവുകൾ സഹിതം ദേവരാജിനെ ലോക്ക് ചെയ്യാനുള്ള എല്ലാ രേഖകളും നമ്മുടെ വേദയും സംഘടിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ വേദയും നമ്മുടെ തരുണും നമ്മുടെ ദേവരാജിന്റെയൊക്കെ പോലെയുള്ള കുറെ ഗുണ്ടകളെയൊക്കെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയും പല പ്രശ്നങ്ങളും നടുവിൽ അവർ ചെന്ന് തലവെക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതില് നമ്മുടെ മോളെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഗൗരിമോളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്വന്തം അച്ഛനായ നമ്മുടെ വിക്രം തന്നെ ബോഡി ഗാർഡായിട്ട് എത്തുന്നു എന്നുള്ളതാണ് അടുത്ത ആഴ്ചയിലെ
ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. കാരണം വിക്രം അറിയാണ്ടാണെങ്കിലും ഒരു മോളെ പോലെ തന്നെ വിക്രം ഗൗരിമോളെ കാണുകയും ഗൗരിമോളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗൗരിമോൾക്ക് അവസാനം വിക്രം ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പറയണം. കാരണം തരുണിനെയും വേദയെയും കാട്ടിലും കൂടുതൽ ടൈം നമ്മുടെ ഗൗരിമോള് കൂടുതലും വിക്രവുമായിട്ടാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ തരുണിന്റെ അമ്മ അറിയുന്ന സമയമൊക്കെ വരുന്നുണ്ട്. വേദയുടെ ഭർത്താവാണ് ഈ വിക്രം എന്നുള്ള കാര്യമൊക്കെ തരുണിന്റെ അമ്മ അറിയുകയും അവസാനം എല്ലാ സത്യങ്ങളും തൻ്റെ മകൻ്റെ അടുത്ത് പറയാനുള്ള സമയമായി എന്നുള്ള കാര്യവും നമ്മുടെ തരുണിന്റെ അമ്മ വേദയോട് പറയുന്നുണ്ട്. അങ്ങനെ വേദ അതെങ്ങനെ തരുണിന്റെ അടുത്ത് പറയണം, പറഞ്ഞു കഴിഞ്ഞാൽ തരുൺ എങ്ങനെ അത് ഉൾക്കൊള്ളും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മുടെ വേദയ്ക്കും ഇച്ചിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ പവിത്രത്തില്. ഇതിപ്പോ ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞാണ്. അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് തിങ്കളാഴ്ചത്തെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ ഇടുന്നതാണ് നമ്മുടെ പവിത്രം സീസൺ 2ന്റെ ഫുൾ വിശേഷം. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഒരു പ്രൊമോ ഒന്ന് കേൾക്കുക, അപ്കമിങ് റിവ്യൂ ഒന്ന് കേൾക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒന്ന് രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ പവിത്രം സീസൺ 2ന്റെ അപ്കമിങ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ.